ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഞങ്ങളുടെ പുതിയ വെഡ്ഡിങ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ കല്യാണത്തിന് വന്നവരും ഞങ്ങളുടെ വീഡിയോസ് കണ്ടവർക്കും ഒക്കെ അറിയാം, എൻ്റെ ബ്രൈഡ് എൻട്രി സമയത്ത് ആ ഹാള് ഫുള്ളായിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 1.5 മിനിറ്റ് അടുപ്പിച്ച്. സോ അതിൻ്റെ എങ്ങനെയാണ് ഞങ്ങൾ ആ ഐഡിയ എടുത്തതെന്നൊക്കെ ഉള്ളൊരു വ്ളോഗായിരിക്കും ഇത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം അൽസാജിൻ്റെ ഹാൾ ഡെക്കോർ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയപ്പോൾ ഗൂഗിൾ ഇങ്ങനെ ആ ബാൽക്കണി ചെയറിലിരുന്നിട്ട് പറഞ്ഞു, നമുക്കൊരു ഐഡിയ ചെയ്താൽ ഈ ഹാള് മൊത്തം ഒരേ കൊറിയോഗ്രാഫി, ഒരേ സ്റ്റെപ്സ് സ്റ്റേജിലും എല്ലായിടത്തുമായിട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്നൊരു ഐഡിയ പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളും, ഞാൻ നാനാ സിസ്റ്റേഴ്സ് ബാച്ചിലുള്ള എല്ലാ സ്റ്റുഡൻസിനെയും ഞങ്ങൾ ഫുൾ കൊറിയോഗ്രാഫി പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഗോകുലിൻ്റെ ഗ്രൂവീസുള്ള സ്റ്റുഡൻസിനെയും ഗോകുലും പഠിപ്പിച്ചു. ഗോകുൽ വീഡിയോ അയച്ചു കൊടുത്തു, ഞാൻ ഈ കളിക്കുന്ന വീഡിയോ അവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അവരും അത് പഠിച്ചു. സോ നമ്മൾ അന്ന് പെർഫോം ചെയ്യുന്ന എല്ലാവരും ഈ കൊറിയോഗ്രാഫി പഠിച്ചു. പിന്നെ ഞങ്ങൾ ആക്ച്വലി ഇതെല്ലാം കൂടെ അന്ന് കല്യാണ ദിവസം വന്ന് കളിക്കാമെന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കണം, പൊസിഷൻസ്, അതൊക്കെ ഡൗട്ടായിരിക്കും. സോ ഞങ്ങളുടെ സ്റ്റുഡിയോയിലെ എല്ലാ കുട്ടികളെയും എല്ലാവരോടും ഞങ്ങൾ അൽസാജിൽ പ്രാക്ടീസിനായിട്ട് വരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിൻ്റെ ഒരു 1 വീക്ക് ബിഫോർ ഹാളിൽ വെച്ചിട്ട് എല്ലാവരുടെയും പൊസിഷൻസും എല്ലാം ആക്കിയാനായിട്ട് ദേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 2-3 കാറിലായിട്ട് ഫുൾ അന്ന് പെർഫോം ചെയ്യുന്ന കുറച്ച് പേർക്ക് എത്താൻ പറ്റിയിട്ടില്ല, എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 17 പേര് വന്നു. 17 പേര്, ബാക്കി 15 പേര് ഇവിടെ. എനിക്ക് സർപ്രൈസ് ആണെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ വന്നത്? ഹായ് ഗായ്സ്, ഞാൻ എൻ്റെ ഐഡിയ അല്ലേ, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ ആക്ച്വലി എല്ലാവരും ഗോകുലിന് സർപ്രൈസ് എന്ന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗോകുൽ ഈ കൊറിയോഗ്രാഫി കണ്ടിട്ടില്ല, ഞാനാണ് ഇത് മൊത്തം കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പം ഇങ്ങനെ ടോട്ടലി എല്ലാവരും ഒരേ സ്റ്റെപ്പ് കളിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആ ഫുള്ളൊരു വിഷ്വൽ ട്രീറ്റ് ആൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ എനിക്ക് ഒറ്റയ്ക്ക് അതുകൊണ്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട് അന്ന് ഗോകുൽ കൂടെ വന്നതാണ്, പൊസിഷൻ നിർത്താനും എല്ലാം. സോ ഈ ഡാൻസ് ഇവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഗൂഗിൾ തിരിഞ്ഞാണ് നിൽക്കുന്നുണ്ടായിരുന്നത്, ഗൂഗിൾ നോക്കുന്നുണ്ടായിരുന്നില്ല. സോ പൊസിഷൻസ് എല്ലാം കറക്റ്റായിട്ട് നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു ആൾ വന്നത്. പക്ഷേ ഗോകുലിന് കല്യാണത്തിൻ്റെ ആ ദിവസം അവൻ പറഞ്ഞു ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു, ഭയങ്കര ഹാപ്പിയായി, കണ്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു എന്ന് പറഞ്ഞു. സോ ആൻഡ് അവിടെ വന്ന് കണ്ട ഒത്തിരി പേര് ഞങ്ങൾ സ്റ്റേജിൽ വന്ന് അപ്രിഷ്യേറ്റ് ചെയ്തു. എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ അവിടെ ഇവിടെ ഇരുന്നവരൊക്കെ എണീറ്റ് ഡാൻസ് കളിക്കുന്നത് ഒട്ടും വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. സോ ആക്ച്വലി ഇവർ രണ്ടുപേരുമാണ്, സച്ചിൻ ആൻഡ് കല്ലു, ഇവർ രണ്ടുപേരും ഭയങ്കര ഹെൽപ്പ് ചെയ്തു വരുന്നു ലാസ്റ്റ് ഡേ. ബിക്കോസ് നമ്മളിപ്പം പെട്ടെന്ന് അവിടെ വന്ന് അറിയാലോ, എനിക്ക് ഭയങ്കര ക്രൗഡായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3000-ന് മേലെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം അത്രയും ക്രൗഡിൻ്റെ ഇടയിൽ ആരെങ്കിലും സീറ്റിൽ കയറി ഇരുന്നാൽ അവർക്ക് അവിടെ നിന്ന് ഡാൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നേരത്തെ തന്നെ എത്താൻ പറഞ്ഞിരുന്നു. അത് കൂടാതെ ഇവർ ഓരോ സീറ്റിലും പേരെഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, ദാറ്റ് റിസർവ്ഡും പ്ലസ് ആളുടെ പേരും. സോ ദാറ്റ് ഡാൻസ് കളിക്കുന്നവർക്ക് കറക്റ്റ് ആ സീറ്റിൽ തന്നെ വന്നിരിക്കാൻ. സോ ലാസ്റ്റ് ഡേ തലേന്ന് ദേ ഇവർ രണ്ടുപേരുമാണ് ഫുൾ പേരെഴുതി ഒട്ടിച്ചത്. സോ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അത്. ഇനി നമുക്ക് നാളെ ഞാൻ അവിടെ ഇരിക്കും, നിങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണുമല്ലേ. ഓക്കേ, അങ്ങനെ ആ കല്യാണത്തിൻ്റെ ദിവസം ഞാൻ എന്താണോ മനസ്സിൽ കണ്ടത് അതെനിക്ക് അവിടെ കാണാൻ പറ്റി. അതായത് ഫാമിലീസും നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് അവിടെ കളിച്ചപ്പോൾ അതിൻ്റെ നടുക്ക് പൊട്ടി നടന്നു വരുന്നതും ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്താണോ സ്വപ്നം കണ്ടത് അത് എനിക്ക് ആ നിമിഷം ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ അവിടെ വന്നവർക്കും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഡാൻസ് സെറ്റ് ചെയ്തത്. അങ്ങനെ ഇതോടുകൂടി വെഡ്ഡിങ് വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.